ആത്മാവേ ആത്മാവേ ഗുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. ആത്മാവേ ആത്മാവേ ഗുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. അവദൈവത്തിൻ അത്ഭുത ശക്തിയെ പുത്രൻ ഈശോത്തൻ വാഗ്ദാനം നീയേ. ആദിമ ചൈതന്യം നിറയും ഗുഹായേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. നീ തകർന്നവനാണോ മകനേ, നീ തകർന്നവളാണോ മകളേ. ഞാൻ നിന്റെ രക്ഷകൻ, നിന്റെ തകർച്ചകളെല്ലാം നന്മയായി മാറ്റുന്നവൻ. യേശു നായകൻ, യേശു നായകൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. സ്നേഹമുള്ളവരെ, ഇന്നേ ദിവസം എൽറുഹ ദൈവവചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമുക്കെല്ലാവർക്കും കർത്താവ് തരുന്ന ശക്തമായ ഒരു സന്ദേശമാണ് നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ ലജ്ജിക്കരുത് എന്ന സന്ദേശം. വിശുദ്ധ പൗലോസ് ശ്ലീഹ തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 8-ാം തിരുവചനമാണ് നമ്മളിപ്പോൾ കേട്ടത്. നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ ലജ്ജിക്കരുത്. ഒത്തിരി മക്കളാണ് നിരവധിയായ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടും സാക്ഷ്യപ്പെടുത്താതിരിക്കുന്ന അനേകം മക്കളെ ഇവിടെയുള്ള എൽറുഹ ശുശ്രൂഷകൾ പലപ്പോഴും പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്താറുണ്ട്. ഒരുപക്ഷെ കൗൺസിലിംഗ് സമയത്തായിരിക്കും ഇങ്ങനെയൊക്കെ അനുഗ്രഹം കിട്ടിയിട്ട് എന്തേ സാക്ഷ്യപ്പെടുത്താത്തേ എന്ന് ചോദിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ ചില വീട് വെഞ്ചിരിപ്പ് സമയത്ത് കർത്താവ് വെളിപ്പെടുത്തി തന്ന് ചോദിക്കാറുണ്ട്. ഇങ്ങനൊരു അനുഗ്രഹം കിട്ടിയിട്ട് അത്ഭുതമാലയിൽ താമസമുള്ള ധ്യാനത്തിൽ ഏകദിന കൺവെൻഷനിൽ ഇങ്ങനൊരു അനുഗ്രഹം കിട്ടിയിട്ട് എന്തേ സാക്ഷ്യപ്പെടുത്താത്തേ ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഇതെല്ലാം കിട്ടിയിട്ട് അനുഗ്രഹം കിട്ടിയിട്ട് സാക്ഷ്യപ്പെടുത്താത്തവരെ പറ്റി ചിലപ്പോൾ ഇവിടെ താമസമുള്ള ധ്യാനത്തിൽ വ്യക്തമായിട്ട് ചിലപ്പോൾ എടുത്ത് പറയും. ചിലപ്പോൾ ഏകദിന കൺവെൻഷൻ സമയത്ത് ഈ അടുത്തുണ്ടായൊരു സംഭവം മസിൽ കയറുന്ന അവസ്ഥയായിരുന്നു. അത് പരിപൂർണമായിട്ട് മാറി. വലിയൊരു പേടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ. പക്ഷെ അദ്ദേഹം അത് സാക്ഷ്യപ്പെടുത്താതെ ഒരു കൊച്ചു കാര്യമില്ലെന്ന് എഴുതി മിണ്ടാതിരിക്കുകയാണ്. പക്ഷേ അച്ഛൻ വിളിച്ച് പറഞ്ഞു. ഉടനെ തന്നെ അദ്ദേഹം സംഗീതത്തിൽ വന്ന് എന്നെ കണ്ട് പറഞ്ഞു, ആ പ്രായമായ സഹോദരൻ, അച്ഛാ എൻ്റെ മസിൽ കയറ്റമാണ് മാറിയത്, അത്രമാത്രം ഞാൻ വേദന അനുഭവിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതൊരു കൊച്ചു കാര്യമില്ലെന്ന് എഴുതി ഞാൻ മിണ്ടാതിരിക്കുകയായിരുന്നു. അപ്പോൾ കർത്താവ് തരുന്ന അനുഗ്രഹങ്ങൾ സാക്ഷ്യപ്പെടുത്തണം. ദൈവത്തിന് ഒരു നന്ദി പറയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ടെന്ന് ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ നിന്നും തിരുവചനങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ നന്ദി പറയുമ്പോഴാണ് ദൈവം നമുക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ വർഷിക്കുക. ചില മക്കളൊക്കെ എല്ലാ അനുഗ്രഹങ്ങളും കിട്ടിയിട്ട് ഏറ്റവും അവസാനം എല്ലാം കൂടി 4 ഒരുമിച്ച് നന്ദി പറയാം, അങ്ങനെ കരുതിയിരിക്കുന്ന മക്കളുണ്ട്. സ്നേഹമുള്ളവർ, അങ്ങനെയല്ല നന്ദിയുടെ രീതി, സാക്ഷ്യത്തിൻ്റെ രീതി. കിട്ടിയ അനുഗ്രഹം സാക്ഷ്യപ്പെടുത്തുക, അപ്പോൾ ദൈവം അടുത്ത അനുഗ്രഹം തരും. അപ്പോൾ ആ അനുഗ്രഹം സാക്ഷ്യപ്പെടുത്തുക, അപ്പോൾ അടുത്ത അനുഗ്രഹം തരും. അപ്പോൾ കിട്ടിയതിനോർത്ത് നന്ദി പറയുമ്പോഴാണ് ദൈവം കൂടുതൽ അനുഗ്രഹം തരിക. അല്ലെങ്കിൽ എല്ലാം കൂടി കിട്ടിയിട്ട് അവസാനമല്ല നന്ദി പറയുക. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഈ വചനഭാഗം തന്നെ ഒന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. വിശുദ്ധ പൗലോസ് ശ്ലീഹ തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 8-ാം തിരുവചനം എല്ലാവരും ഒന്ന് ഉച്ചത്തിൽ ഏറ്റുപറഞ്ഞേൻ. നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ ലജ്ജിക്കരുത്. വിളിത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ഇരു കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകാൻ ഒരിക്കലും നാണിക്കരുത്, ലജ്ജിക്കരുത്, അതിലൊരു ഷെയിം തോന്നരുത്. മറ്റുള്ളവർ എന്ത് കരുതുമെന്ന് കരുതരുത്. അത് വലിയൊരു കാര്യമാണെന്നാണ് തോബിത്തിൻ്റെ പുസ്തകത്തിൽ റാഫേൽ മാലാഖ തന്നെ വെളിപ്പെടുത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ദൈവസന്നിധി നിൽക്കുന്ന റാഫേൽ മാലാഖയാണ്. എന്നിട്ട് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ തോബിത്തിനോട് തോബിയാസിനോട് പറയുകയാണ്.
അതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയോ? തോബിത്തിൻ്റെ പുസ്തകം 12-ാം അധ്യായം 10-ാം തിരുവചനത്തിൻ്റെ അവസാനത്തിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്: ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പ്രസിദ്ധമാക്കുന്നത് മഹനീയമാണ്. കണ്ടോ, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പ്രസിദ്ധമാക്കുന്നത് മഹനീയമാണ്. അത് മറച്ചു വയ്ക്കുന്നത് മഹനീയമല്ല. മനസ്സിലായോ? ഇത് കുറേ പേര് മറച്ചു വയ്ക്കുക ചെയ്യുന്നത്. അപ്പോൾ ഈ എൽറുഹ ദൈവ വചന ശുശ്രൂഷയിൽ പങ്കെടുത്തിട്ട് ഒത്തിരിയേറെ അനുഗ്രഹം കിട്ടിയവർ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരു ഉദാഹരണമായിട്ട് ഈശോ പ്രാർത്ഥിക്കുമ്പോൾ കാണിക്കുക, പാറ്റശല്യം, എലിശല്യം, പാമ്പ് ശല്യം, പ്രാണിശല്യം, പല്ലിശല്യം, ഇതൊക്കെ വീട്ടിൽ നിന്ന് വിട്ടുപോയി. എന്നിട്ട് ഇതുവരെ അത് എൽറുഹ ധ്യാന കേന്ദ്രത്തേക്ക് ഒന്ന് വിളിച്ച് യേശുവേ നന്ദി, യേശുവേ സ്തുതി എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്താത്ത മക്കളുണ്ടെന്ന് ഈശോ വെളിപ്പെടുത്തുകയാണ്. ഈശോ കാണുകയാണ്, ഈശോയാണെന്ന് മാറ്റി തന്നത്. അപ്പോൾ ഈ എൽറുഹ ദൈവവചന ശുശ്രൂഷ കണ്ടവരും കാണുന്നവരും അത് സ്ഥിരമായി കാണുന്നവരൊക്കെ ശ്രദ്ധിക്കുക. എൻ്റെ വീട്ടിൽ ഈ ശല്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? പാറ്റശല്യം, എലിശല്യം, പഴുതാര ശല്യം, അല്ലെങ്കിൽ എട്ടുകാലി ശല്യം. ഇപ്പം അതുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക. പ്രകടമായൊരു വ്യത്യാസം നിനക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഉടനെ ഇവിടേക്ക് വിളിച്ച് അല്ലെങ്കിൽ ഇവിടെ ഒരു ശനിയാഴ്ച വന്ന് ദൈവത്തിന് നന്ദി പറയുക. ആ 10 കുഷ്ഠരോഗികൾ തിരിച്ചു വന്ന് നന്ദി പറഞ്ഞതുപോലെ, അതിലൊരു ആൾ തിരിച്ചു വന്ന് നന്ദി പറഞ്ഞതുപോലെ നന്ദി പറയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ദൈവം കൂടുതൽ അനുഗ്രഹം തരും. അങ്ങനെ നന്ദി പറയാത്തത് കൊണ്ടാണ് ഈശോ പറയാണ്, ഇങ്ങനെ പല അസ്വസ്ഥതകൾ വീടുകളിൽ നിന്ന് കർത്താവ് എടുത്തു മാറ്റി ദൈവവചന ശുശ്രൂഷ സമയത്ത്. എന്നിട്ട് അത് അവർക്ക് മനസ്സിലായിട്ടുമുണ്ട്. അതൊന്നും പറയാതെ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന മക്കളോട് പറയുക, നിങ്ങളത് സാക്ഷ്യപ്പെടുത്തി എൻ്റെ ഒരു സാക്ഷിയായി തീരാൻ ഈശോ പറയുക. അതുകൊണ്ട് തോബിത്തിൻ്റെ പുസ്തകം 12-ാം അധ്യായം റാഫേൽ മാലാഖ പറയുന്ന ആ വാക്യം, ആ വചനം നമുക്കൊന്ന് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. എല്ലാവരും നേറ്റ് പറയുന്നു. തോബിത്ത് 12:10 ഒന്ന് നേറ്റ് പറഞ്ഞേൻ. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പ്രസിദ്ധമാക്കുന്നത് മഹനീയമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പ്രസിദ്ധമാക്കുന്നത് മഹനീയമാണ്. അപ്പോൾ ദൈവം ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ, അത് ചിലപ്പോൾ ഇത് മാത്രമായിരിക്കില്ല, ഈ ശുശ്രൂഷയിൽ നിന്ന് മാത്രമേ, പല ധ്യാന കേന്ദ്രത്തിൽ പല നമ്മുടെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചതുകൊണ്ടോ വിശുദ്ധരോട് പ്രത്യേകം മധ്യസ്ഥം വെച്ചതുകൊണ്ടോ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ദൈവം ചിലപ്പോൾ വലിയ ഭൂകമ്പത്തിൽ നിന്നോ അല്ലെങ്കിൽ ഉരുൾപൊട്ടലിൽ നിന്നോ അല്ലെങ്കിൽ വലിയ ആക്സിഡൻറ്റിൽ നിന്നോ അത്ഭുതകരമായി സംരക്ഷിച്ച കുറേ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പല രീതിയിൽ. ചിലപ്പോൾ നല്ല ജോലി കിട്ടിയതായിരിക്കാം, സാമ്പത്തികമായിട്ട് ആത്മീയമായിട്ടുള്ള അനുഗ്രഹമായിരിക്കാം. ദൈവത്തിനെ സാക്ഷ്യപ്പെടുത്താൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ നമ്മൾ മറ്റുള്ളവർ മുമ്പിൽ അത് സാക്ഷ്യപ്പെടുത്തി യേശുവിൻ്റെ ഒരു സാക്ഷിയായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കി തരുന്നൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വചനഭാഗമാണ് പുതിയ നിയമത്തിൽ ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 11 മുതലുള്ള തിരുവചനം. 10 കുഷ്ഠരോഗികൾ. അത് എക്സ്പ്ലനേഷൻ്റെ ആവശ്യമേ ഇല്ല. ആ വചനഭാഗം വായിക്കുമ്പോൾ തന്നെ അറിയാം കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. 10 പേരല്ലേ ഞാൻ സൗഖ്യപ്പെടുത്തിയത്, എന്നിട്ട് ഈ വിജാതീയനല്ലാതെ വേറെ ഒരാൾക്കൊന്ന് തിരിച്ചു വന്ന് യേശുവേ നന്ദി, യേശുവേ സ്തുതി എന്ന് പറയാൻ തോന്നിയില്ലേ എന്ന് ഈശോ ചോദിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാകേണ്ടത്? ഈ മനുഷ്യൻ ആഗ്രഹിക്കുന്നുണ്ട്, ഈ മനുഷ്യൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്ത്? അവൻ നമുക്ക് ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾക്ക് നമ്മളൊരു നന്ദി പറയും, നമ്മളത് സാക്ഷ്യപ്പെടുത്തുമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്, ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വചനഭാഗം നമുക്ക് ഏറ്റുപറഞ്ഞ് ഇനി സാക്ഷ്യപ്പെടുത്താൻ വല്ല ലജ്ജയോ നാണോ അല്ല പേടിയോ വേറെ എന്തെങ്കിലും ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ ഈ വചനഭാഗം ഏറ്റുപറയുമ്പോൾ അത് വിട്ടുപോട്ടെ എന്ന് നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവരും ലൂക്ക 17:11 മുതൽ തിരുവചനം ഉച്ചത്തിൽ ഏറ്റുപറയുന്നു. ജെറുസലേമിലേക്കുള്ള യാത്രയിൽ അവൻ സമരിയാക്കും ഗലീലിക്കും മധ്യേ കടന്നു പോവുകയായിരുന്നു. അവൻ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ അകലെ നിന്നിരുന്ന 10 കുഷ്ഠരോഗികൾ അവനെ കണ്ടു. അവർ സ്വരമുയർത്തി യേശുവേ ഗുരു, ഞങ്ങളിൽ കനിയണമേ എന്ന് അപേക്ഷിച്ചു. അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ. പോകും വഴി അവർ സുഖം പ്രാപിച്ചു. അവരിൽ ഒരുവൻ താൻ രോഗവിമുക്തനായി എന്ന്
കണ്ട് താൻ രോഗവിമുക്തനായി എന്ന് കണ്ട് ഉച്ചത്തിൽ ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വന്നു. തിരിച്ചു വന്നു. അവൻ അവൻ യേശുവിന്റെ കാൽക്കൽ യേശുവിന്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ച് സാഷ്ടാംഗം പ്രണമിച്ച് നന്ദി പറഞ്ഞു. നന്ദി പറഞ്ഞു. അവനൊരു അവനൊരു സമരിയക്കാരനായിരുന്നു. സമരിയക്കാരനായിരുന്നു. യേശു ചോദിച്ചു, യേശു ചോദിച്ചു, 10 പേരല്ലേ സുഖപ്പെട്ടത്? 10 പേരല്ലേ സുഖപ്പെട്ടത്? ബാക്കി 9 പേർ എവിടെ? ബാക്കി 9 പേർ എവിടെ? ഈ വിജാതീയനല്ലാതെ ഈ വിജാതീയനല്ലാതെ മറ്റാർക്കും മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് മഹത്വപ്പെടുത്തണമെന്ന് തോന്നിയില്ലേ? അനന്തരം യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഇരു കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. എഴുന്നേറ്റുന്നോണ്ട് സ്തുതിച്ചേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ വചനത്തിന്റെ അഭിഷേകം തരട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന് സാക്ഷ്യം നൽകാൻ നീ ലജ്ജിക്കരുത്. കർത്താവിന്റെ പ്രവൃത്തികൾ പ്രസിദ്ധമാക്കുന്നത് മഹനീയമാണ്. ഹല്ലേലൂയ. കിട്ടിയ അനുഗ്രഹങ്ങൾ ബോധ്യപ്പെടുത്തി തരണമേ പരിശുദ്ധാത്മാവേ. വെളിപ്പെടുത്തി തരണമേ പരിശുദ്ധാത്മാവേ. തിരിച്ചറിയാനുള്ള കൃപ തരണമേ പരിശുദ്ധാത്മാവേ. കുടുംബ സമാധാനമില്ലാത്ത കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, വ്യക്തികളെ സമർപ്പിക്കുന്നു. ശുദ്ധജീവികളുടെ ആക്രമണമുള്ള കുടുംബങ്ങളെ, വ്യക്തികളെ സമർപ്പിക്കുന്നു, സ്ഥലങ്ങളെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. ഈ ശുശ്രൂഷ സമയത്ത് എല്ലാ തടസ്സങ്ങളും മാറിപ്പോട്ടെ. പാമ്പ് ശല്യം, എലിശല്യം, മൂട്ടശല്യം, പല്ലിശല്യം, പഴുതാര ശല്യം, എല്ലാ ശല്യങ്ങളും, ഈച്ചശല്യം വിട്ടുപോട്ടെ. ഹല്ലേലൂയ. അപകട മരണങ്ങൾ, രോഗപീഠങ്ങൾ, രക്തച്ചൊരിച്ചിലുകൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോട്ടെ. നന്ദി പറഞ്ഞ് സ്തുതിക്കുക. സാഷ്ടാംഗം പ്രണമിച്ച് നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ പറഞ്ഞ് നന്ദി പറഞ്ഞ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശബഹാല ബാല 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 ബാല. കരങ്ങളടിച്ചുകൊണ്ട് ശക്തിയോടെ കരങ്ങളടിച്ച് കുടുംബം ഒരു ദേവാലയമായി തീരട്ടെ. ആരാരെയും ശ്രദ്ധിക്കേണ്ടത് യേശുവിലേക്ക് നോക്കുക. ആരാധിക്കുന്നു. ആ 10 കുഷ്ഠരോഗികൾ ഒരു കുഷ്ഠരോഗി ആരാധിച്ചതുപോലെ നന്ദിയോടെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ. സ്തുതിച്ചു പാട് നീ ദൈവനാമത്തിൽ, നിന്റെ ജീവിതത്തിൽ നീ ഇന്ന് അത്ഭുതം കാണും. സ്തുതിച്ചു പാട് നീ ദൈവനാമത്തിൽ, നിന്റെ ജീവിതത്തിൽ നീ ഇന്ന് അത്ഭുതം കാണും. ആഹാ എൻ്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാൽ എന്നും നിറഞ്ഞിടട്ടെ. ആഹാ എൻ്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാൽ എന്നും നിറഞ്ഞിടട്ടെ. സഹനങ്ങളെ സമർപ്പിച്ച് സ്തുതിച്ച്, പരാജയങ്ങളെ, രോഗപീഠങ്ങളെ സ്തുതിച്ച്, കുടുംബ ബന്ധങ്ങളെ സ്തുതിച്ച്, ശത്രുക്കളെ സ്തുതിച്ച്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ സമർപ്പിച്ച് സ്തുതിച്ച് പോരല്ലോ. കരം ഉയർത്തി സ്തുതിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവേ, പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവമേ, അമലോത്മ മറിയമേ, മാലാഖമാരെ, മുഖ്യ ദൂതന്മാരുടെ സ്വർഗ്ഗത്തിന്റെ വിശുദ്ധരെ, ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, കൂട്ടായ്മയിലേക്ക്, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളിലേക്ക് ഇറങ്ങണമേ. ഞങ്ങളെ ശക്തിപരനെ സഹായിക്കണേ, സംരക്ഷിക്കണേ, വിശുദ്ധീകരിക്കണേ, രൂപാന്തരങ്ങളെ തിരഞ്ഞെടുത്താൽ കഴിയണമേ. സാകാര ശുദ്ര മന്ത്രവാദം, ആഭിചാര, കൂടോത്ര, ദുഷ്ദോഷം, പൈശാചിക പീഡന ബാധകള്, കൈവിഷങ്ങള് ഞങ്ങളുടെ കുടുംബത്തിന്റെ കൂട്ടായ്മ ആരും ദൂരെ ആറ്റണമേ. പാപകരമായ സകലതും അസൂയ, ചതി, വഞ്ചന ഞങ്ങൾ എന്നേക്കുമായി വിട്ടുപോട്ടെ. സർവ്വശക്തന ദൈവത്തിന്റെ ചതിയ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ നാമത്തിന് പരിശുദ്ധ കന്യാവിന്റെ ശരീരം മധ്യസ്ഥാനം ദിഗാറപ്പായ ഗൗരവ മനാമയുടെ ശക്തമായ സാന്ത സംരക്ഷണത്താല് ഞങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിന്റെ കുടുംബത്തില് വ്യക്തിച്ചുള്ള സമൂഹത്തിലെ എല്ലാ തിരുമകളും വെള്ളത്തിലോ വായിലോ വസ്തുവിലോ പശുവിനോ കടന്നുവന്ന മാനസികമായ ശാരീരിക ആത്മീയമായ മാനുഷികമോ പ്രാപ്തിയും പൈശാചികമായ സകല ബന്ധനങ്ങളും മത്തായി 4:10, ലൂക്ക 4:8, മർക്കോസ് 16:1-3 പിശാചിന്റെ പ്രവർത്തികളെ നശിപ്പിക്കാൻ വേണ്ടി ദൈവത്തിന്റെ മന്ത്രി പതിനെത്തിയ സകലവിധ പ്രകൃതിശോഭ, ഇടിമിന് 21 ആശ്വാസങ്ങള്, ഉറപ്പ്, ഉദ്ദേശം, വാസി, വൈരാ, തർക്കം, കലകളും, പ്രശ്നങ്ങളും, പ്രതിസന്ധികള്, ജടിക, ദിവ്യാസ്, കോപാസ്, ഭക്ഷണാസക്തി, സ്വയംഭോഗം, സ്വർഗഭോഗം, തെറ്റായ ബന്ധങ്ങൾ, സ്നേഹങ്ങൾ, വ്യഭിചാരം, ദുർബുദ്ധം, അഹങ്കാരം, അസൂയ, അലസ, മോഹം, കോപം, കൊതി, വിവാഹ തടസ്സം, ജോലി തടസ്സം, വിൽപ്പനാശം, യാത്രാസം, പഠനാസം, കോടതിയിൽ സാമ്പത്തിക ബുദ്ധിമുട്ട്, കണ്ണു, മൂക്ക്, ചെവി, നാക്ക്, തൊക്ക്, ആന്തരിക ബാഹ്യേന്ദ്രങ്ങൾ, ചെറുതുബന്ധപ്പെട്ട രോഗപീഠങ്ങൾ, അമിതമായ ഭയം, ദുഃഖം, നിരാശ, അപകർഷണബോധം, കുറ്റബോധം, ലജ്ജ, തൊട്ടാവാടി സ്വഭാവം, വിശ്വാസക്കുറവിന്റെ ദുരാത്മാവ്, ക്ഷമിച്ച് പ്രാർത്ഥിക്കുക, സ്തുതിച്ച് പ്രാർത്ഥിക്കുക, വചനം വായിക്കുക,
പ്രാർത്ഥിക്കുക. ജപമാല തടസ്സങ്ങൾ, രോഗശാന്തി തടസ്സങ്ങൾ, സന്ദേശങ്ങളായ തടസ്സങ്ങൾ, വന്യജീവികളുടെ ശുദ്ധജീവികളുടെ ആക്രമണങ്ങൾ, അതിന് പിന്നെ പൈശാചിക അരിവി, അന്ധകാരശക്തി, സാത്താനശക്തി, ദുഷ്ടശക്തികളെ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. യേശുനാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. യേശുനാമത്തിൽ ബഹിഷ്കരിക്കുന്നു. ഈശോയുടെ കുരിശിനെ അടിവായിക്കുന്നു. ഇനി മേലൊരിക്കലും ഞങ്ങളുടെ കുടുംബത്തിന്റെ കൂട്ടായ്മയിലോ ഇത് കാണുന്നതിന്റെ പ്രവേശിക്കുന്ന സാത്താനെ നിന്നോ ഞാൻ കൽപ്പിക്കുന്നു, വിട്ടുപോട്ടെ. ഹാലുലി ഹാലുലിയ ശക്തമായി ശ്രദ്ധിച്ച് ഹാലുലി 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 ഹാലുലിയ കരങ്ങളടിച്ചുകൊണ്ട് യേശുവിലേക്ക് നോക്കി ചേർന്ന് പാടി ആരാധിക്കുന്നു. നീ വിശ്വാസത്തോടെ നിന്റെ രോഗപീഠകൾ ദൈവം സൗഖ്യപ്പെടുത്തും. സ്തുതിച്ചു പാട് നീ വിശ്വാസത്തോടെ നിന്റെ രോഗപീഠകൾ ദൈവം സൗഖ്യപ്പെടുത്തും. സ്തുതിച്ചു പാട് നീ വിശുദ്ധിയോടെ നിന്നിൽ അനുഗ്രഹപ്പൂമഴ ദൈവം ചൊരിയും. സ്തുതിച്ചു പാട് നീ വിശുദ്ധിയോടെ നിന്നിൽ അനുഗ്രഹപ്പൂമഴ ദൈവം ചൊരിയും. ആഹാ എന്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാൽ എന്നും നിറഞ്ഞിടട്ടെ. ആഹാ എന്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാൽ എന്നും. ശക്തമായി സ്തുതിച്ച് കണ്ണുകൾ അടച്ചുകൊണ്ട് ശക്തമായി സ്തുതിക്കുക. അല്പസമയം ഒന്ന് സ്തുതിക്കുന്നു. അറിയാവുന്ന പോലെ ഹല്ലേലൂയ പറയും. ആലുലി 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 ഭാഷാവിനുള്ളത് ഭാഷാവിന് സ്തുതിച്ച് പ്രാർത്ഥിക്കും. ശിരിരി നമ്മൾ ഏറ്റുപറഞ്ഞ വചനം റിയ വചനത്തിന് അഭിഷേകം നിറയട്ടെ. 30 മേനി 60 മേനി 100 മേനി വചനത്തിന് അഭിഷേകം നിറയട്ടെ. വചനം മാംസമായി ഭവിക്കട്ടെ. ആലുലി 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 ആലുലിയ അവതരിച്ച വചനത്തിന്റെ അമ്മയെ മധ്യസ്ഥം വഹിക്കണമേ. അവതരിച്ച വചനത്തിന്റെ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആലുലി 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 അറിയ വൻ കൃപകള്, വൻ സൗഖ്യങ്ങള്, മഹാ അത്ഭുതങ്ങള് ഈ എൽറുഹ ദൈവ വചന ശുശ്രൂഷ സമയത്ത് നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പറഞ്ഞാൽ വിശ്വസിക്കാതെ അത്ഭുതം, കേട്ടാൽ സമ്മതിക്കാതെ അത്ഭുതം, കേട്ടുകേൾവി മാത്രമെന്ന് ജനം പറയും. അതിശയവും അസാധാരണമായ അത്ഭുതങ്ങൾക്ക് വേണ്ടി എല്ലാവരും ശ്രദ്ധിച്ചേ. വിശുദ്ധ കുർബാനയിലേക്ക് നോക്കുക. അറിയാവുന്ന പോലെ ഹല്ലേലൂയ അവനെ സ്തുതിക്കുക. എൻ്റെ ജീവിതത്തിൽ കർത്താവ് ശക്തമായിട്ട് ഇടപെടുന്ന സമയമാണത്. അറിയ ദൈവവചനത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തുന്ന ശുശ്രൂഷയാണ് എൽറുഹ ദൈവവചന ശുശ്രൂഷ. ഏതാനും ചില വചനങ്ങൾ ഏറ്റുപറഞ്ഞ് നമ്മൾ സ്തുതിക്കുമ്പോൾ ശക്തമായ ദൈവത്തിൻ്റെ ഇടപെടലാണ്. പറഞ്ഞാൽ വിശ്വസിക്കാത്ത, നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അത്ഭുതങ്ങൾ കർത്താവ് പ്രവർത്തിക്കും. അറിയ പൈൽസ് രോഗമുള്ളവർ പ്രാർത്ഥിക്കുക. മൂലക്കുരുവിൻ്റെ അസുഖം പൈൽസ് കർത്താവ് സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നുണ്ട്. ആമവാദമുള്ളവർ പ്രാർത്ഥിക്കുക. ആമവാദം ഇനി മാറില്ല എന്ന് കരുതി ആമവാദം കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. പല കുടുംബങ്ങളിലൊക്കെ ഒത്തിരി അസമാധാനമാണ്. തല്ല്, വഴക്ക്, കലഹം, ബഹളമയാണ്. കർത്താവ് പല കുടുംബങ്ങളിൽ നിന്ന് അസമാധാനം എടുത്തു മാറ്റി സമാധാനം കർത്താവ് കുടുംബങ്ങളിൽ ഈ വചന ശുശ്രൂഷ സമയത്ത് വർഷിക്കുന്നുണ്ട്. തുറന്ന കുമ്പസാരം നടത്താത്ത മക്കളുണ്ട്. തുറന്ന കുമ്പസാരം നടത്താൻ ഈശോ പറയുക. കുമ്പസാരിക്കുന്നില്ല എന്നല്ല ഈശോ പറഞ്ഞത്. തുറന്നൊരു കുമ്പസാരം പലരും നടത്തുന്നില്ല എന്ന് ഈശോ പറയുക. തുറന്ന കുമ്പസാരത്തിൽ ഒരു വലിയ വിടുതൽ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഈശോ പറയാൻ. സിസ്റ്റർ ആലീസിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. സിസ്റ്റർ ആലീസ് ആ മകളെ കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരുടെയും ഈശോ പറയുന്നൊരു കാര്യമാണ് ബന്ധന പ്രാർത്ഥന ചൊല്ലാൻ ഈശോ പറയുക. ഇത് കൂടിക്കൊണ്ടിരിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കുക. ബന്ധന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചാൽ ഒത്തിരി തടസ്സങ്ങളും അസ്വസ്ഥതകളും നിന്റെ കുടുംബത്തിൽ നിന്ന് വിട്ടുപോകുന്ന ഈശോ സന്ദേശം തരികയാണ്. പലർക്കും കർത്താവ് ഷോൾഡർ പെയിൻ സൗഖ്യം, 2 ഷോൾഡർ വേദനയാണ് കർത്താവ് സൗഖ്യം തന്നെ അനുഗ്രഹിക്കുന്നുണ്ട്. ഹാഗാറിൻ്റെ നിലവിളി കേട്ട് ദൈവം ഇറങ്ങി വന്നതുപോലെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ചില മക്കൾ നിലവിളിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നു. അത്രമാത്രം ഹൃദയം നുറുങ്ങി നിലവിളിയോടെ ഈ ദൈവവചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ആരൊക്കെയോ ഉണ്ട്. അവരൊക്കെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. അവരുടെ നിലവിളി കേട്ട് അവരുടെ ജീവിതത്തിലേക്ക് കർത്താവ് ഇതാ ഇറങ്ങി വരുന്നതായിട്ട് വ്യക്തമായി കർത്താവ് സന്ദേശം തരുന്നുണ്ട്. ക്യാൻസർ വന്ന് ഓപ്പറേഷനോ കീമോയൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു രോഗി, ഇതാ ആ രോഗിയെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നതായിട്ട് കാണിക്കുകയാണ്. ക്യാൻസർ വന്ന് ഓപ്പറേഷനും കീമോയും അതിൻ്റെ ചികിത്സകളൊക്കെ ചെയ്തിരിക്കുന്ന ഒരു രോഗിയാണ്. ആ രോഗിയെ ഇതാ കർത്താവ് ഈ ആൾത്താരിൽ നിന്ന് ഇറങ്ങി വന്ന് തൊടുന്നതായിട്ട് വ്യക്തമായ സന്ദേശം തരുന്നു. പല കുടുംബങ്ങളിൽ നിന്ന് പലതരത്തിലുള്ള ക്ഷുദ്രജീവികളുടെ ശല്യങ്ങൾ, പലതരത്തിലുള്ള പ്രാണിശല്യം, പാറ്റശല്യമൊക്കെ കർത്താവ്
എടുത്തുമാറ്റി ഈ സമയം അനുഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ള മക്കളൊക്കെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. വിവാഹപ്രായം കഴിഞ്ഞിട്ട് വിവാഹം നടക്കാത്തവർ പ്രാർത്ഥിച്ചോ, വിവാഹം നടത്തി കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. കഴുത്തിനും പുറത്തും ശക്തമായ വേദന കർത്താവ് സൗഖ്യത്തിന് അനുഗ്രഹിക്കുന്നു. ഇടയ്ക്കിടെ തലകറക്കം ഒരാൾക്ക് സൗഖ്യത്തിന് അനുഗ്രഹിക്കുന്നുണ്ട്. മോശം പോകുമ്പോൾ ബ്ലഡ് വരുന്ന അവസ്ഥ സൗഖ്യത്തിന് അനുഗ്രഹിക്കുന്നുണ്ട്. തൊണ്ടയിൽ മുഴ കർത്താവ് ഒരാൾക്ക് സൗഖ്യത്തിന് അനുഗ്രഹിക്കുന്നുണ്ട്. മെഡിക്കൽ എൻട്രൻസിന് എക്സാം വിജയം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. വിട്ടുമാറാത്ത മൂക്കടപ്പ് ജലദോഷം സൗഖ്യത്തിന് അനുഗ്രഹിക്കുന്നുണ്ട്. ഒരു വീടിൻ്റെ സ്ഥലത്തിൻ്റെ വിൽപ്പന തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. ദശാംശം കൊടുക്കാൻ ഈശോ സന്ദേശം തരുന്നുണ്ട്. ഓവറിൽ സിസ്റ്റമുള്ള ഒരു മകൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. വിശ്വാസത്തോടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരികയാണ്. പീരീഡ്സ് വരാത്ത അല്ലെങ്കിൽ പീരീഡ്സ് ആകാത്ത ഒരു മകൾക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. നെഞ്ച് സംബന്ധമായ അസ്വസ്ഥ ബുദ്ധിമുട്ടുള്ളവർ പ്രാർത്ഥിക്കുക, സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ലിസിയോട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്നുണ്ട്. ഗ്യാസ് ട്രബിൾ 5 പേർക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. കഫക്കെട്ട് കൂടി ഇൻഫെക്ഷനായ ശ്വാസതടസ്സമുള്ള ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. വിട്ട് പനിക്കുന്ന ഒരു കൈക്കുഞ്ഞിനെ കർത്താവ് സുഖപ്പെടുന്നുണ്ട്. ശോഭ, മെറിൻ ഇവരെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. വേരിക്കോസ് മൂലം വിഷമിക്കുന്ന ലീലാമയെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഒരു മകളുടെ ദഹനക്കുറവ്, ഛർദി കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ശ്വാസകോശ സംബന്ധമായ രോഗാവസ്ഥ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. നാളുകളായി ശക്തമായ തലവേദന, ഛർദി സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. വയറ്റിൽ പുണ്ണ് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. മോണപ്പഴുപ്പ്, നീര് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ലൗലി എന്ന മകളുടെ നട്ടെല്ല് വേദന കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. മൈഗ്രെയിൻ തലവേദനയ്ക്ക് 6 മാസത്തോളമായി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ബെറ്റി എന്ന മകളോട് തുറന്ന കുമ്പസാരം നടത്താൻ കർത്താവ് ആവശ്യപ്പെടുന്നുണ്ട്. ബാത്റൂമിൽ തെന്നി വീണതിനെ തുടർന്ന് പരിക്ക് പറ്റിയിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇഞ്ചി കൃഷി നടത്തുന്ന ബാബു എന്ന മകനോട് ദശാംശം കൊടുക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. ആൻ്റണി എന്ന മകനോട് ശക്തമായി പ്രാർത്ഥിക്കാൻ കർത്താവ് ആവശ്യപ്പെടുകയാണ്. സ്റ്റെപ്പ് ഒട്ടും കയറാൻ കഴിയാത്ത വിധം മുട്ടുവേദനയുള്ള ലിൻസി എന്ന മകളെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അബോഷൻ ചെയ്ത മക്കളോട് നന്നായി അനുദപിച്ച് കുമ്പസാരിക്കാൻ ഈശോ പറയുന്നു. അബോഷൻ ചെയ്ത മക്കൾ, അബോഷൻ ഒരുങ്ങുന്ന മക്കളെ, ഇങ്ങനെയുള്ള മക്കളെയൊക്കെ കാണിക്കുകയാണ്. നന്നായിട്ട് അനുദപിക്കാൻ കർത്താവ് സന്ദേശം തരികയാണ്. ദിയ എന്ന മകളെ കർത്താവ് സ്പർശിക്കുന്നു. എത്ര പരിശ്രമിച്ചിട്ടും കേട്ടിട്ട് പരീക്ഷയിൽ വിജയിക്കാത്ത വലിയ നിരാശയിലായിരിക്കുന്ന ഒരു മകൾക്ക് അടുത്ത പരീക്ഷയിൽ വിജയം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. വേളാങ്കണ്ണി മാതാവിനോട് അതിയായ ഭക്തിയുള്ളൊരു കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കുന്നു. വലിയ ദുഃഖത്തിലൂടെ കടന്നു പോകുന്നൊരു കുടുംബമാണ്. ആ കുടുംബത്തിൽ വേളാങ്കണ്ണി മാതാവ് ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. ശക്തമായ വിറയിലോടുകൂടി, പനിയോടുകൂടി ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുന്നു. കഴുത്തിൽ ഉത്തിരിയും ധരിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. ഐവിൻ എന്ന മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ജോർജ് എന്ന സഹോദരൻ്റെ സ്ഥലവിൽപ്പന തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. കാലിൻ്റെ തള്ളവിരലിന് കേടും ശക്തമായ വേദനയുള്ള ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ബഹ്റിൻ എന്ന സ്ഥലത്തിൽ നിന്നും ഈ ശുശ്രൂഷയെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ബിസിനസ്സിൽ പരാജയപ്പെട്ട, ഒന്നിലും ഉയർച്ചയില്ലാത്തൊരു സഹോദരനോട് ദശാംശം നൽകി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. ദശാംശക്കടം കർത്താവ് കാണിക്കുകയാണ്. ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാനുള്ള തടസ്സം മാറ്റി കർത്താവ് ഒരാൾ അനുഗ്രഹിക്കുന്നു. ഗർഭപാത്രത്തിൽ ഫ്ലൂയിഡ് കുറവുള്ള ഒരു ഗർഭിണിയായ മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നു. കാലിൽ ചരട് കെട്ടിയൊരു മകളോട് അത് പൊട്ടിച്ച് കളയാൻ കർത്താവ് സന്ദേശം തരുന്നു. അതിഭയങ്കരമായ എലിശല്യത്തിൽ നിന്ന് ഒരു ഭവനത്തിന് വിടുതൽ നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഉപയോഗിക്കാത്ത കുറേ പഴയ സാധനങ്ങൾ ഈ വീട്ടിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അതെല്ലാം വീട്ടിൽ നിന്ന് എടുത്തു മാറ്റി കളയാൻ കർത്താവ് സന്ദേശം തരുന്നു. പുസ്തകങ്ങളും മറ്റും വായിക്കുമ്പോൾ ശക്തമായ വേദന, തലവേദന വരുന്നൊരു മകൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. UK വിസ തടസ്സമുള്ള ഒരു പ്രാർത്ഥിക്ക് ഈശോ ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. കൺപോള എപ്പോഴും താനെ അടഞ്ഞു പോകുന്ന അവസ്ഥ ഒരു വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. രക്തം ഛർദ്ദിച്ച് വലിയ ഭയത്തോടെ പരിശോധനകൾക്ക് പോകാനിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നു. കാഴ്ചശക്തി തീരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന KG ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് കർത്താവ് സൗഖ്യം കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നു. അനിലിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ബ്ലഡിൽ കൗണ്ട് കുറവുള്ള ഗർഭിണിയായ ഒരു മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നു. കോടതി കേസിൻ്റെ വിധി വരുന്നതുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ബ്രെയിൻ ട്യൂമർ വന്നൊരു യൂത്ത് മകനെ കർത്താവ് സൗഖ്യം അനുഗ്രഹിക്കുന്നു. ഒരു സ്ഥാപനത്തിൽ നിന്ന് അതിഭയങ്കരമായ ഈച്ചശല്യം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. ഒരു വൈദികൻ്റെ അതിശക്തമായ നടുവേദന കർത്താവ് സൗഖ്യം അനുഗ്രഹിക്കുന്നു. ഒരു ഭവനത്തിൽ നിന്ന് ഒച്ചുശല്യം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. കാൽമുട്ടിൻ്റെ ചിരട്ട തെന്നിപ്പോകുന്ന അവസ്ഥ കർത്താവ് സൗഖ്യം അനുഗ്രഹിക്കുന്നു. ഒരു അപകടത്തിൽ തലയ്ക്ക് പരിക്ക് പറ്റി ചികിത്സയിലായിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സുഖപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ദശാംശം കൊടുക്കാത്ത ഒത്തിരി മക്കളെ കാണിക്കുന്നു. ദശാംശം കൊടുത്ത് ദൈവ ശുശ്രൂഷകളെ സഹായിക്കാൻ എല്ലാവർക്കും കർത്താവ് സന്ദേശം തരികയാണ്. ജിമ്മി എന്ന വ്യക്തിയോട് ശക്തമായി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരികയാണ്. പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകത്തോടെ സ്തുതിച്ചേൻ. ഹാലേലിയ 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 ഹാലേലിയ. ശക്തമായി സ്തുതിക്കുന്നു. ഹാലേലിയ 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 ഹാലേലിയ. എൻ്റെ പേര് ജീന. ഞാൻ തൃശ്ശൂർ ഇരിങ്ങാലക്കുടയിൽ നിന്ന് വരണേ. ഞാൻ താമസിച്ചുള്ള ധ്യാനം കൂടാനായിട്ട് വേണ്ടിയിട്ട് കടലുണ്ടി ധ്യാന കേന്ദ്രത്തിലേക്ക് വന്നതാണ്.
വന്ന ദിവസം തന്നെ എനിക്ക് ഇടത്തെ കാലിന് നല്ല ഞരമ്പ് വലിച്ചിലുണ്ടായിരുന്നു. പിന്നെ മുഖത്തൊക്കെ ചൊറിഞ്ഞ് തടിച്ചിട്ട് വന്നിരുന്നേ. അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ ദിവസം ഇവിടെ കുർബാനയ്ക്കും ആരാധനയ്ക്കും വന്നിരുന്നപ്പോൾ എനിക്ക് കാല് താഴ്ത്തി വയ്ക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. കാലപ്പോൾ ഞാൻ ചെറുതായിട്ട് ചുമരുമ്പോൾ താങ്ങി വെച്ചിട്ടാണ് നിന്നിരുന്നത്. ആദ്യത്തെ ദിവസം ആരാധനയ്ക്ക് ബ്രദർ വിളിച്ച് പറഞ്ഞു, കാലിന് ചെറിയ നീളം കുറവുള്ള ഒരാളുടെ കാല് വലിച്ചു നീട്ടുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അത് ഞാനാണെന്ന് എനിക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു. അതിനുശേഷം ഞാൻ ബ്രദറിൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് പോയി. ബ്രദറിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ബ്രദർ എന്നോട് ചോദിച്ചു, കാലിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. ഇത്രയും നാൾ ഞാൻ ഒരു കാല് ഊന്നിയ നിൽക്കാറ്. അത് ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു കാലിൽ നിൽക്കുമ്പോഴാണ് കൂടുതൽ ബലം. ഒന്നില്ലെങ്കിൽ മറ്റേ കാലിൻ്റെ മേലേക്ക് കയറ്റി വയ്ക്കും, അല്ലെങ്കിൽ കാല് ശരിക്കും മടക്കി അങ്ങ് വയ്ക്കും. അങ്ങനെ ചെയ്യാറ്. ഞാൻ ചെറുതിലേ തന്നെ ഇങ്ങനെ ഒറ്റക്കാലിലൊക്കെ ഇങ്ങനെ കാല് മടക്കി വെച്ച് നിൽക്കണമാകുമ്പോൾ അപ്പച്ചനൊക്കെ എപ്പോഴും കളിയൊക്കെയായിരുന്നു, കൊക്ക് 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 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാനും ഇങ്ങനെ, പക്ഷേ എനിക്കതാണ് സൗകര്യം, ഒറ്റക്കാലിൽ ഒരു കാലൂന്നി ഞാൻ എപ്പോഴും നിൽക്കാറുള്ളൂ. അപ്പോൾ ബ്രദർ പറഞ്ഞു, മോളെ ആദ്യത്തെ ദിവസം നിനക്ക് സൗഖ്യം കിട്ടിയിട്ടുണ്ട്, നിൻ്റെയാണ് ആ അസ്ഥികൾ വലിച്ചു നീട്ടണമെന്ന് പറഞ്ഞത്, അത് സാക്ഷ്യപ്പെടുത്തണമെന്ന് പറഞ്ഞിരുന്നു. എനിക്ക് വലിയൊരു ദൈവാനുഗ്രഹമാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത്, ബ്രദർ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ആലോചിച്ചത്. ഞാൻ പിന്നീട് ഇവിടെ ധ്യാനത്തിന് നിൽക്കുമ്പോൾ 2 കാലിലും ബലം കൊടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ എനിക്ക് 2 കാലിലും കറക്റ്റായിട്ട് ബലം കൊടുത്ത് നിൽക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് ഒറ്റക്കാലം ഊന്നി നിൽക്കാനാണ് എനിക്ക് ബുദ്ധിമുട്ട്. വർഷങ്ങളായിട്ട് എനിക്ക് അലർജിയുടെ ഒരു അസുഖം ഉണ്ടായിരുന്നു, സ്കിൻ അലർജിയാണ്. അത് നമ്മളിവിടെ പ്രസ് ചെയ്ത് ഇങ്ങനെ പ്രസ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഒന്ന് താടിയിലായാലും ഒന്ന് കുറച്ച് നേരം കൈവച്ചിരുന്ന അവിടെ ആകെ ചൊറിഞ്ഞ് തടിക്കും. താടിയിലും മുഖത്ത് മാത്രമല്ല ശരീരത്തിലൊക്കെ അങ്ങനെ തന്നെയാണ്. ഇവിടെ വന്ന ദിവസം ഞാനിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. മുഖമൊക്കെ ഇരുന്ന് ചൊറിഞ്ഞിങ്ങനെ ചെറിയതായിട്ട് റെഡിഷ് കളറിൽ ഇങ്ങനെ ചുമന്നുകൊണ്ടേയിരിക്കും. ആദ്യമൊക്കെ കുറേ മരുന്ന് കഴിച്ചതാണ്. മരുന്ന് കഴിച്ചാലൊന്നും വലിയ മാറ്റമൊന്നും കിട്ടില്ല. കുറച്ച് നേരത്തേക്ക് ചൊറിച്ചിലിന് കുറവ് കിട്ടും, അതല്ലാണ്ട് മാറലൊന്നും ഉണ്ടാവാറില്ല. ഇവിടെ ആദ്യത്തെ ദിവസത്തെ ആരാധന കഴിഞ്ഞപ്പോഴേ തന്നെ അച്ഛൻ വിളിച്ച് പറഞ്ഞിരുന്നു, മുഖത്ത് ചുവന്ന് തടിച്ച് പാടുകളുമായി വന്ന ഒരു വ്യക്തിനെ ദൈവം സൗഖ്യപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് അന്ന് മുതൽ ഇപ്പോൾ 5 ദിവസം കഴിഞ്ഞു ധ്യാനം ഇവിടെ വന്നിട്ട്, ഇതുവരെ എനിക്ക് ആ ചൊറിച്ചിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളൊരു വലിയ സാക്ഷ്യം പറഞ്ഞാൽ വിശ്വസിക്കാത്തൊരു അത്ഭുതം ഈ എൽറുഹ ധ്യാനകേന്ദ്രത്തിലെ താമസത്തിലെ ധ്യാനത്തിൽ നടന്നൊരു അത്ഭുതമാണ് നമ്മൾ കണ്ടത്. കാലിന് നീട്ടക്കുറവ്, അത് കർത്താവ് വലിച്ചു നീട്ടുന്നു എന്ന് ഇവിടുന്ന് ഒരു ബ്രദർ വിളിച്ചു പറഞ്ഞു. അതുപോലെ സംഭവിക്കുക. ജന്മനാ കാലിന് നീട്ടക്കുറവായിരുന്നു. എല്ലാവരും കൊക്കു കൊക്കുന്ന് വിളിച്ച് കളിയാക്കുന്ന വ്യക്തിയാണ്. സ്വന്തം അപ്പം പോലും അങ്ങനെ തമാശയ്ക്ക് വിളിക്കാറുണ്ട്. പക്ഷെ അതാണ് ദൈവം വിളിച്ചു പറയുന്നു, അത് സംഭവിക്കുകയാണ്. പറഞ്ഞാൽ വിശ്വസിക്കാത്ത അത്ഭുതങ്ങൾ ഇതുപോലെ ഈ വചന ശുശ്രൂഷയിൽ സംഭവിക്കുന്നുണ്ട്. അത് തിരിച്ചറിയണം. ആ മകൾ തിരിച്ചറിഞ്ഞത് ആ കൗൺസിലിംഗ് ചെന്നപ്പോഴാണ് പെട്ടെന്ന് മനസ്സിലായത്. അങ്ങനെ ഓരോരുത്തരും കിട്ടുന്ന അനുഗ്രഹം തിരിച്ചറിഞ്ഞ് സാക്ഷ്യപ്പെടുത്തി ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുക. ഈശോയുടെ മുട്ടുകൾ കുത്തി 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തമായി സ്തുതിച്ച് കരുണാമയ കനിയേണമേ ദൈവപിതാവേ, കനിയേണമേ കരുണയായിരിക്കണമേ ഞങ്ങളിൽ, കരുണയായിരിക്കണമേ ഞങ്ങളിൽ, കരുണയായിരിക്കണമേ.